സാധാരണ ദിവസമേ 8 മണിക്ക് എനിക്കിന് ഞാനുണ്ടല്ലോ ഇന്ന് 7 മണിക്ക് എനിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് സൺഡേ ആണ്. എന്നിട്ട് നേരെ കുളിമുറിക്ക് വിട്ടുട്ടാ. കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടല്ലോ കണ്ണാടി മുന്നിൽ നിന്നിട്ട് ഭയങ്കര പ്രഹസനമായിരുന്നു കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ഡ്രസ്സ് മാറി മാറി തിരഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടിയത്. ഫൈനലുണ്ടല്ലോ ലാസ്റ്റ് ഞാൻ ഈ ഡ്രസ്സ് മാറും ഗൈസ്. ഈ ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോവുക. അപ്പോൾ ഞാൻ മുഖത്ത് കുറച്ച് പൗഡറും കുറച്ച് ക്രീമും കയ്യിൽ കിട്ടിയതൊക്കെ വാരി വലിച്ച് തയ്ക്കുന്നത്. ഇട്ടപ്പോൾ വലിയ ഇഷ്ടമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത്. ഇതൊരു വൈൻ കളർ ഡ്രസ്സാണ്. വൈൻ കളർ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ്. ഒരു താജ്മഹൽ പണിയെ കഷ്ടപ്പാട് ഇട്ട് എൻ്റെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മുടിയുമലാണ് കേട്ടോ ഗുസ്തി പിടിക്കാറ്. എനിക്കറിയില്ല എന്തിന് ഇത്രയധികം ഗുസ്തി പിടിക്കണേന്ന്. ഗുസ്തി പിടിച്ചിട്ടുണ്ടല്ലോ പകുതി മുടി എൻ്റെ കയ്യിലാണ് കേട്ടോ സാധാരണ വരാറ്. അത്രയധികം മുടി എൻ്റെ തലയിൽ നിന്ന് ഇപ്പോൾ കൊഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഈ ബാക്ക് തിരിഞ്ഞ് നോക്കണത് ഞാൻ അവിടെ ഫോൺ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ അതിൽ കിട്ടണില്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കും. കറക്റ്റായിട്ടെല്ലാം നിങ്ങളെ കാണിച്ചു തരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ വീണ്ടും മുടിയുമ്പോൾ തന്നെയാണ് കേട്ടോ ഞാൻ പണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സെറ്റ് ആവണില്ല ഗൈസ്. ഞാൻ എത്ര മുടി കിട്ടിയാലും എനിക്കത് അങ്ങോട്ട് സെറ്റ് ആവില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ബണ്ണെടുത്തിടാന്ന്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് കണ്ടോ എൻ്റെ ആ വെളിച്ചം ഒന്ന് കണ്ടോ ഗൈസ് നിങ്ങൾ. ഇന്ന് തല കുളിച്ചുകൊണ്ട് മുടി കെട്ടിയിട്ട് സെറ്റ് ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഫംഗ്ഷനൊക്കെ പോയി നേരതാ ഫംഗ്ഷൻ കഴിഞ്ഞ് തിരിച്ച് വരണ വഴിക്ക് ഞാൻ വിഷ്ണുവോട് പറഞ്ഞു മാളിലൊന്ന് കയറുന്നത്. അപ്പോൾ വിഷ്ണു സമ്മതിച്ചില്ല കേട്ടോ. അപ്പം തന്നെ ഞാൻ ഉടായിപ്പോൾ ഒരു വില ഇറക്കി. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയില്ല. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഓഫർ ഉണ്ട്. പകുതി വിലയാണ്. നമുക്ക് മാളിലൊന്ന് കയറിയിട്ട് വരാം. ഭയങ്കര ഓഫേഴ്സൊക്കെ ഇന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ കൊണ്ട് ഒന്ന് കയറിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല കേട്ടോ. അമ്മയ്ക്ക് അത്യാവശ്യം വീട്ടിലേക്ക് സബോള ഉള്ളി അങ്ങനത്തെയൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ വാങ്ങിച്ചത്. വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ വന്ന് വില നോക്കിയപ്പോൾ ഉണ്ടല്ലോ 500 മേലെയാണ് വില. അപ്പോൾ വിഷ്ണു എന്നെ കുറേ ചീറ്റൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങളിവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് അവിടുത്തെ ഒരാൾ വന്ന് പറഞ്ഞിട്ട് ഇവിടെ വീഡിയോ അല്ല ഇവിടെ അല്ലാന്ന്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വലിയ വൈറലൊന്നും അല്ലാത്ത കാരണം നമുക്കത് അതിൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നെയും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഇവിടുത്തെ വീഡിയോസൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വലിയ യൂട്യൂബേഴ്സ് അല്ല. നമ്മുടെ യൂട്യൂബിൽ അതിന് മാത്രം ആളുകളും ഇല്ല, അതിന് മാത്രം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം തോന്നുന്നു കേട്ടോ. നമ്മളാർക്കും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ വേഗം കുറച്ച് ഞങ്ങളുടെ കയ്യിൽ കിട്ടി 2-3 ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് പോലും നമ്മൾ സ്ഥിരം എടുക്കണ ഉടായ്പ വേല തന്നെ എടുത്തുട്ടാ. അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക. ആ ട്രോളി പിടിച്ചിട്ടുണ്ടല്ലോ ചുമ്മാ സാധനങ്ങൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലായിരുന്നു കേട്ടോ. 2 ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഷോപ്പിംഗ് മാളിൽ കയറിയിട്ടുള്ളത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. എന്നാലും ഒരു മനസ്സുഖം. എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴേ ഇങ്ങനെ വില കടയിലൊക്കെ കയറുമ്പോഴല്ലോ പ്രത്യേക സുഖമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ടൂർ പോവുക അങ്ങനെയൊന്നും അല്ല കേട്ടോ എനിക്കിഷ്ടം. എനിക്കിങ്ങനെ വല്ല മാളിൽ കയറുക അതുപോലെ വല്ല എന്താ പറയുക ഇങ്ങനത്തെ മാളുകളിൽ കയറാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതുപോലെ ട്രോളിയൊക്കെ പിടിച്ച് നടന്ന് ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി ആ സാധനത്തിന് എത്രയാണ് ഈ സാധനത്തിന് എത്രയാണ് അങ്ങനെ വെറുതെ വില നോക്കാട്ടോ. അല്ലാണ്ട് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല. പിന്നെ ആ കടയിലില്ലാത്ത എന്ത് സാധനമാണോ ആ സാധനം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. അതാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ എൻ്റെ പട്ടി ഷോയും കാണിച്ച് അവിടെ അങ്ങനെ കിടന്ന് നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്ത്. നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു എൻ്റെ അപ്പ. അപ്പേനെ നമ്മൾ പുറത്തിരുത്തിക്കാറുണ്ട്. അപ്പയ്ക്ക് തണവടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം വെയ്യാതിരിക്കുകയാണ്. അത് കാരണം നമ്മൾ അപ്പനെ പുറത്തിരുത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനുള്ളിൽ വന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ നോക്കലും ചുറ്റിത്തിരിയിലൊക്കെ കഴിഞ്ഞ് എനിക്കാണ് കേട്ടോ ഇങ്ങനെ വലിയ മാളുകളിൽ കയറി നടക്കാനൊക്കെ ഇഷ്ടമുള്ളത്. എൻ്റെ കൂടെയുള്ളവർക്ക് ഇതിന് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ഞാൻ കയറുമ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരെൻ്റെ കൂടെ കയറുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ആൾക്ക് വീട്ടിലിരിക്കുക അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ പുറത്ത് തട്ടിത്തിരി നടക്കാൻ വലിയ ഇഷ്ടമുള്ള ആളൊന്നുമല്ല കേട്ടോ. ആൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൂടെ തട്ടിത്തിരിയാനായിട്ട് ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാലേ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ പുറത്തേക്ക് കൊണ്ട് നടക്കുക ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഇഷ്ടമൊന്നും എൻ്റെ കെട്ടിയോടില്ല കേട്ടോ. അങ്ങനത്തെ ഗൈസ് ഇതിപ്പോൾ ഒരു ആവശ്യമായിട്ടല്ല കേട്ടോ ഈ പാത്രങ്ങളൊക്കെ ഈ പാത്രത്തിൻ്റെ സൈഡിലേക്ക് വന്നേക്കണത്. വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്നാലും ചുമ്മാ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൈഡിലേക്കൊക്കെ വന്നത്. അതുപോലെ തന്നെ ഒരാവശ്യമില്ലാണ് ഞാൻ ഒരു മഞ്ഞ കളർ കണ്ടപ്പോൾ അതിൻ്റെ ആ ബൗളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. നോക്കണം കണ്ടാത്തോന്നും എൻ്റെ പൊന്നെ ഇപ്പം ഞാനത് വാങ്ങിക്കുന്നു ഇല്ല കേട്ടോ. ഞാനതൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ വൈകിട്ട് വീട്ടിലെത്തി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്ര നേരം ശ്വാസം പിടിക്കാണ്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങിട്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.